അപ്രതീക്ഷിതവും എളുപ്പം തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതുമായ നിരവധി ലക്ഷണങ്ങൾ അർബുദം വരുമ്പോൾ ശരീരം പ്രകടിപ്പിക്കാറുണ്ട്. ഇവ മനസ്സിലാക്കേണ്ടത് നേരത്തെയുള്ള രോഗനിർണയത്തിലും ചികിത്സയിലും പ്രധാനമാണ്. ആരും പൊതുവെ പ്രതീക്ഷിക്കാത്തതായ 9 അർബുദ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി ചുമയും തൊണ്ടയടപ്പും. വിട്ടുമാറാത്ത ചുമയും ശബ്ദത്തിലെ മാറ്റങ്ങളുമൊക്കെ പലപ്പോഴും ജലദോഷത്തിന്റെയും അലർജിയുടെയും ലക്ഷണമായി കരുതാറുണ്ട്. എന്നാൽ ഈ ലക്ഷണങ്ങൾ ആഴ്ചകളായി തുടർന്നാൽ ശ്വാസകോശ അർബുദം, തൊണ്ടയിലെ അർബുദം എന്നിവ സംശയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പുകവലിക്കുന്നവർ ഈ ലക്ഷണങ്ങളെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. രണ്ടാമതായി ആഹാരം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്. ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് അഥവാ ഡിസ്ഫാജിയയും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അർബുദ ലക്ഷണമാണ്. അന്നനാളി, തൊണ്ട, വയർ എന്നിവിടങ്ങളിലെ അർബുദ ലക്ഷണമാകാം ഈ ബുദ്ധിമുട്ട്. മൂന്നാമതായി രാത്രിയിലെ വിയർപ്പ്. രാത്രിയിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ശരീരം അമിതമായി വിയർക്കുന്നത് അണുബാധ, ആർത്തവ വിരാമം എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലിംഫോമ, ലുക്കീമിയ പോലുള്ള അർബുദങ്ങളുടെ ലക്ഷണങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇതിനൊപ്പം ഭാരനഷ്ടം പോലുള്ള ലക്ഷണങ്ങൾ കൂടി വന്നാൽ ഡോക്ടറെ കാണാൻ വൈകരുത്. നാലാമതായി എപ്പോഴും നെഞ്ചരിച്ചിൽ. നമ്മുടെ ഭക്ഷണക്രമത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് നെഞ്ചരിച്ചിൽ പലപ്പോഴും അടയാളപ്പെടുത്താറുള്ളത്. എന്നാൽ ഇതും വയറിലെയും അന്നനാളിയിലെയും അർബുദ സൂചനയാകാം. അഞ്ചാമതായി ചർമ്മത്തിനടിയിലെ മുഴ. ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ ചർമ്മത്തിനടിയിലായി കാണപ്പെടുന്ന വേദനയില്ലാത്ത മുഴകൾ ചിലപ്പോൾ സാർക്കോമ പോലുള്ള അർബുദങ്ങളുടെ മുന്നറിയിപ്പാകാം. ആറാമതായി വിട്ടുമാറാത്ത പുതിയൊരു വേദന. പ്രത്യേകിച്ച് കാരണം കണ്ടെത്താൻ കഴിയാത്ത വിട്ടുമാറാത്ത പുതിയൊരു വേദനയെയും കരുതിയിരിക്കണം. ഏതെങ്കിലും പ്രത്യേക ഭാഗത്തെ കേന്ദ്രീകരിച്ചാണ് ഈ വേദന പലപ്പോഴും വരിക. ഏഴാമതായി കരിയാത്ത വായ്പുണ്ണ്. വായ്പുണ്ണുകൾ പൊതുവെ ഉപദ്രവകാരികളല്ല. അത് വന്ന പോലെ തന്നെ പോകാറാണ് പതിവ്. എന്നാൽ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടും കരിയാത്ത വായ്പുണ്ണുകൾ ചിലപ്പോൾ വായിലെ അർബുദ ലക്ഷണമാകാം. ഇതിനൊപ്പം അകാരണമായ രക്തസ്രാവം, വായിൽ നിരന്തരമായ വെള്ള, ചുവപ്പ് പാടുകൾ എന്നിവയും ഉണ്ടെങ്കിൽ ഉറപ്പായും ഡോക്ടറെ കണ്ട പരിശോധനകൾ നടത്തണം. എട്ടാമതായി വിട്ടുമാറാത്ത ചൊറിച്ചിൽ. അലർജികൾ, ചർമ്മത്തിലെ ചില പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ചൊറിച്ചിൽ. എന്നാൽ വിട്ടുമാറാത്ത ചൊറിച്ചിൽ ലിംഫോമ പോലുള്ള അർബുദത്തിന്റെ ലക്ഷണമാകാം. ഒൻപതാമതായി അണുബാധയില്ലാത്ത ചെവി വേദന. അണുബാധയോ പരുക്കോ ഇല്ലാതെ ചെവിക്ക് വരുന്ന വേദന തൊണ്ടയിലെ അർബുദത്തിന്റെ ലക്ഷണമാകാം. ഇതിനൊപ്പം കഴുത്തിൽ മുഴ, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് പോലുള്ള ലക്ഷണങ്ങളും വരാം. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികം വൈകാതെ ഒരു ഡോക്ടറിനെ കണ്ട് സംശയ നിവാരണം നടത്തുന്നതാണ് നല്ലത്. ഇത്തരം വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാനും നേരത്തെ രോഗം കണ്ടെത്താനും ചികിത്സ തേടാനും സഹായിക്കും. ഇത് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ വിദഗ്ധരെ സമീപിക്കാവുന്നതാണ്. ഹെൽത്ത് മാക്സ് മലയാളം.